ഹലോ, ഞാനും മിച്ചിക്കുട്ടനും കൂടി രാവിലെ തന്നെ ഉമ്മറത്തെ ബെഞ്ചിൽ വന്നിരിക്കുന്നുണ്ട് കേട്ടോ. ഓരോ ഗ്ലാസ് ചായയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങളിവിടെ ഇരിക്കുന്നത്. വേറൊന്നല്ല, എൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വരുന്നുണ്ട് കേട്ടോ. അതാണ് അവൻ്റെ അമ്മച്ചനെ കാത്തിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങളിതാ കുളിച്ച് റെഡി ആയിട്ടൊക്കെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾക്ക് അമ്പലത്തിലേക്കൊന്ന് പോകണമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ഏട്ടൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ബാഗൊക്കെ എടുത്ത് ഇറങ്ങണ കണ്ടപ്പോൾ തന്നെ ഇച്ചുകൊട്ട ഏട്ടനെ വണ്ടിയിൽ കയറിയിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ ചെറിയ കുട്ടികളുള്ള വീടുകളിൽ സ്ഥിരം നടക്കണ ഒരു കാഴ്ചയാണല്ലോ ഇത്. അങ്ങനെ ഇതാ പോകുന്നതിൻ്റെ മുന്നേ തന്നെ ആളെ ഇരുത്തിയിട്ടൊന്ന് ഒരു റൗണ്ട് അടിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ ഏട്ടൻ അവനെ എൻ്റെ അടുത്താക്കിയിട്ട് ഏട്ടൻ പോയി. അതിന് ശേഷം ഇതാ ഒരു ബസ് വന്നപ്പോൾ ഞാനും മിച്ചുകുട്ടനും കൂടി മതിലിൻ്റെ മുകളിൽ കയറിയിരുന്നു കേട്ടോ. അമ്മച്ചനെ കാത്തിട്ട് അതാ അമ്മച്ചൻ വരുന്നുണ്ട്. അപ്പോഴേക്കും ഇവിടെ അമ്മച്ചാന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ. അമ്മച്ചനെ കണ്ടതും ആള് മതിലിൻ്റെ മുകളിൽ നിന്ന് ചാടി അമ്മച്ചൻ്റെ അടുത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ഇതാ ഓടി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ റോഡിലേക്ക് ഇറങ്ങണ്ട, ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞപ്പോൾ ആൾ കൂട്ടാക്കിയില്ല. അമ്മച്ചനെ കണ്ടപ്പോൾ എന്തൊക്കെ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ അച്ഛൻ വന്നതും അച്ഛനൊരു വഴിപാടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളുടെ അമ്പലത്തിൽ. അങ്ങനെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ പോയി. ഞങ്ങൾ കുളി കഴിഞ്ഞുകൊണ്ട് തന്നെ ഞങ്ങൾ പിന്നെ അവിടെ നിന്നില്ല കേട്ടോ. അച്ഛൻ ഉള്ളിലേക്ക് കയറുന്നതിൻ്റെ മുന്നേ തന്നെ ഞങ്ങളിതാ അമ്പലത്തിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇച്ചു ഓടി കളിക്കുന്നതുകൊണ്ട് അച്ഛൻ അവനെ എടുത്തിട്ട് ഇതാ ഓടുകയാണ് കേട്ടോ. പക്ഷെ ഒരു കാര്യം ഉണ്ടായിരുന്നു, അച്ഛന് വരാൻ വൈകിയത് കൊണ്ട് തന്നെ രണ്ട് അമ്പലവും അടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര സങ്കടമായി. അച്ഛന് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല വരുന്ന ടൈമിൽ. എന്തായാലും കുഴപ്പമില്ല, ഞങ്ങൾ പിന്നെ അമ്പലത്തിൻ്റെ ചുറ്റും ഒന്ന് നടന്ന് കണ്ടിട്ട് പിന്നെ വീട്ടിലേക്ക് പോയിട്ടോ.